അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ചുമ്മാ ഒരു ഇൻട്രോ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് വിഷു വരുവാണല്ലോ. അപ്പം എനിക്ക് വിഷുവിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ മലയാളിക്കടയിൽ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ മലയാളിക്കടയുടെ പേര് വന്നിട്ട് പൊന്നൂസ് എന്നാണ്. അപ്പോൾ ഇപ്പം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നമുക്ക് ശ്രീ ഓഫീസിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു തനൂനെയും കൊണ്ട് ഞാനൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഉബറിലാണ് പോകുന്നത്. കുറച്ച് നമ്മുടെ കണി വെള്ളരിയൊക്കെ വാങ്ങിക്കാനുണ്ട്. കണി വെള്ളരി, പിന്നെ വിഷു കണി മറ്റേ നമ്മുടെ കൊന്നപ്പൂ വന്നിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം അവിടെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അത് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ചെറുവിളിയൊക്കെ തീർന്നിരിപ്പുണ്ട്, പിന്നെ അരി തീർന്നിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തീർന്നിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും വായോ, നമുക്ക് കാണാമല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് തനുവിനെയും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം അല്ലേ, എനിക്കെല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മൈ വ്ളോഗ്. പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് വൃത്തിയായിട്ടൊക്കെ പോവാം. ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഉണ്ട്. ഇവിടെ നല്ല ചൂടായി കേട്ടോ ഇപ്പോൾ. അതുകൊണ്ട് എന്താ പറയുക, നല്ല ചൂടായേ. അപ്പോൾ നന്നായിട്ട് സ്കിന്നൊക്കെ ഇവിടെയൊക്കെ എൻ്റെ സ്കിന്നൊക്കെ എന്തോ മറ്റേ മോയ്സ്ചറൈസർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചൂടാണെങ്കിൽ നമ്മൾ വേർക്കുത്തുന്നുണ്ടെന്നാ പറയാം. പക്ഷെ ഞാൻ വേർക്കുന്നുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് നല്ല വേർക്കുന്നുണ്ട്. ഞാൻ ത്രെഡ് ചെയ്യാനായിട്ട് പോയപ്പോഴേ അവരെന്നോട് പറയുക, നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ, ചൂടായിട്ടില്ലല്ലോ, ചൂടാവുന്നല്ലേ ഉള്ളൂ എനിക്ക് ഇവരെന്നോട് പറയുമോ. ഇത് തന്നെ നല്ല ചൂടാ. പിന്നെ അങ്ങോട്ടൊക്കെ ഞാൻ അറിയില്ല. അടുത്തത് സൺസ്ക്രീൻ ആട്ടോ ഇട്ട് കൊടുക്കുക. ഞാൻ ലാഷീൽഡിൻ്റെ സൺസ്ക്രീൻ ആട്ടോ യൂസ് ചെയ്യാം. ഇതിന് മുന്നേ ന്യൂട്രിജീനയുടെ കണ്ടായിരുന്നു, രണ്ടും നല്ല കേട്ടോ. അതുപോലെ സൺസ്ക്രീൻ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട് കുറച്ചായിട്ട് ഇടുന്നത്. അങ്ങനെയല്ല, വൈറ്റ് കാസ്റ്റ് വരുമെന്ന് പേടിച്ചിട്ട്. പക്ഷെ അങ്ങനെയല്ല, നന്നായിട്ട് കട്ടിക്ക് ഇടണം കേട്ടോ. പൗഡർ ഇടാം, കുറച്ച് എന്തോ ഒരു സ്റ്റിക്കി ആയിരിക്കും. പിന്നെ ലാഷീൽഡിൻ്റെ ഒരു ചെറിയ ഇതെന്ന് വെച്ചാൽ ഇത്തിരി സ്റ്റിക്കായിട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്കിന്നുമായിട്ട് ബ്ലെൻഡ് ചെയ്യും. പക്ഷേ എനിക്ക് ആ ഒരു സ്റ്റിക്നെസ് വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പൗഡർ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാൻ ലിപ് ബാം നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെറിയൊരു കോട്ടിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു പൊട്ട്. പിന്നെ അത് കഴിഞ്ഞ് മുടി സെറ്റ് ചെയ്യണം. മുടിയൊക്കെ ഏകദേശം പോയി കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ടൊരു മുടി പൊടിച്ചിട്ടുണ്ടാവുമല്ലോ, അതുണ്ട്. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം അതൊക്കെ ശ്രദ്ധിച്ചാൽ മുടി പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചുണ്ടല്ലോ, എനിക്ക് പിന്നെ കുറച്ചും കൂടെ മുടി നന്നായിട്ട് മുടി, അതായത് അതും കൂടെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ അതൊന്നും ആലോചിക്കാറില്ല. മുടി പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. അന്നേരം ഞാൻ വേറൊരു മേക്ക് ഓവർ എൻ്റെ ഹെയറിൽ ഞാൻ കഴിച്ചിട്ടിട്ട് പോകാൻ പറ്റില്ല. നല്ല ചൂടാണ്, ഒക്കെ കെട്ടി വെക്കണം കേട്ടോ. തനുക്കുട്ടീനെ റെഡിയാക്കാനുണ്ട്. അവൾക്ക് ഡൈപ്പർ മാറ്റണം, അവളെ ഒന്ന് റെഡിയാക്കി വെക്കണം. അവൾക്ക് ഞാൻ ചപ്പാത്തി കൊടുത്ത് കുറച്ചും കണ്ട കഴിച്ചിട്ടുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, അവൾക്ക് പോകുന്ന വഴിക്ക് പറ്റും കൊടുക്കാം. പിന്നെ ഫീഡ് എടുക്കുമല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ തനുവിനെ ഞാൻ ഡൈപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പിടിച്ച് കിടത്തി ചേഞ്ച് ചെയ്യുകയാണ്. ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മെയിൽ കഴുകി കൊടുത്തു കേട്ടോ. കഴുകണ്ടെന്ന് വിചാരിച്ചാൽ വന്നിട്ട് കഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ തന്നെ ഒന്ന് കഴുകി കൊടുത്തു. എന്നിട്ട് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ താഴത്തേക്ക് ആക്കി. ഹായ്, അപ്പോൾ ഞാൻ തനുക്കുട്ടിക്ക് ഡൈപ്പർ പാക്ക് എടുക്കുന്നുണ്ട്. തനുക്കുട്ടി ഇവിടെ സുന്ദരി ചപ്പാത്തി എടുത്ത് വെക്കുന്നുണ്ട്. ആവശ്യമില്ല, പക്ഷെ എങ്ങാനും വിശന്നാലും. പിന്നെ വെള്ളം ഒഴിക്കാനുണ്ട്. അവിടെ താഴെ ഒരു ബുക്ക് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതുമേൽ ചവിട്ടിയിട്ട് വന്ന് വീണ കേട്ടോ.
അങ്ങനെ കുറച്ച് നേരം കിടന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി സമാധാനിപ്പിച്ച് ഒന്ന് അവൾക്ക് സ്നാക്കൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ആളൊന്നും ഓക്കെ ആട്ടോ, സെറ്റായി. കൊടുക്കല്ലേ ഷിറ്റുവിന്? അവൾക്ക് എപ്പോ ഞാൻ ഈ കുക്കി കൊടുത്താലും അന്നേരം ഇവൻ വന്ന് അടിച്ച് പറ്റിക്കൊണ്ട് പോകും കേട്ടോ. നമ്മളെ ഷിട്ടു ഇവിടെ വാ. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിന്റെ ബിസ്ക്കറ്റ് തരാം. ബിസ്ക്കറ്റ് വേണം, ബിസ്ക്കറ്റ്. ആയോ? ഞാൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞപ്പോ അവള് കുക്കി എടുത്ത് അങ്ങനെ കൊടുത്തു കേട്ടോ. അന്നേരം അത് പിടിച്ചു വാങ്ങിച്ചാൽ വളർന്നതായിരുന്നു. ഞാൻ ഒതുക്കി ഞാൻ നോക്കിക്കോ. സോറി ഗൈസ്, ഇത്രയും ബഹളം ഉണ്ടാക്കിയതിന്. ഇവിടെ എങ്ങനെയാണ് സാധാരണ, ഇവിടെ ഒന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ഒന്നില്ലെങ്കിൽ ഷിറ്റുവിൻ്റെ ഫുഡ് അവളുടെ വായിരിക്കും, അല്ലെങ്കിൽ അവളുടെ ഫുഡ് ഷിറ്റുവിൻ്റെ വായിരിക്കും. അതാണ്, അതുകൊണ്ട് എപ്പോഴും കണ്ണ് അങ്ങോട്ട് തന്നെ വേണം. ഓക്കെ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഉബർ ബുക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ഷിറ്റുവിന് അവന് സുസു ഒഴിക്കാനുള്ള മാറ്റ് എടുക്കാനായിട്ട് പോവാട്ടോ. എന്നിട്ട് ഞാൻ എന്താ ഈ നമ്മുടെ ബാത്റൂമിൻ്റെ അവിടെ ഒരു സൈഡ് ലൈറ്റിന് ഇട്ട് കൊടുക്കും. അപ്പോൾ അവൻ അവിടെ നമ്മുടെ സുസു ഒഴിച്ചോളും. പോട്ടിയൊക്കെ ചെയ്യാനാണെങ്കിൽ നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, ബാൽക്കണിയിൽ പൊക്കോളും. ഷിറ്റുവിന് സുസു മാറ്റൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെന്താ ഡോർക്കെല്ലാം സെറ്റ് അടച്ചു. ഇനി ബാൽക്കണി ഡോറ് തുറന്നിടാനുണ്ടേ. അതുകൊണ്ട് നമ്മൾ തുറന്നിടാം. ബാൽക്കണി ഡോറും കൂടെ തുറന്നിടാണ്ട്. അപ്പോൾ ഷിറ്റുവിന് എന്തെങ്കിലും അപ്പിയൊക്കെ ഇടണമെങ്കിൽ പോവാമല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഇനി അടുത്തത് നമ്മൾ ഉബർ ബുക്ക് ചെയ്യട്ടെ. അങ്ങനെ ഉബറൊക്കെ ബുക്ക് ചെയ്ത് ഞാനും തനക്കുട്ടിയും കൂടെ പോവാണ് കേട്ടോ. അവൾ പാവം ഇങ്ങനെ നോക്കുന്നുണ്ട്. ആദ്യം കുറച്ച് അങ്ങോട്ടൊന്ന് വെളിയിലേക്ക് നടന്നപ്പോൾ ചെറുതായിട്ടൊന്ന് പാവം വെയിലുണ്ട് കേട്ടോ. അവൾ ഇത്തിരി അങ്ങ് ടയേർഡായി പോയായിരുന്നു. അങ്ങനെ നമ്മൾ കേരള സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മ ഈ കറണ്ടത്ത് ഇരുന്നിട്ട് ഉരുകി പഴുത്തു പോയി. ഇത് AC ഒക്കെ ഓൺ ആണെങ്കിലും AC ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്കെന്നെ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഈ റൂമിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സ്ഥലമെത്തും കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നതാണെങ്കിൽ ഗൂഗിളിൽ വെച്ച് നിങ്ങളായിട്ട് കറക്കി കുഴപ്പിക്കും കേട്ടോ. മെയിൻ റോഡിലേക്ക് വന്നിട്ട് ആകെ നടന്ന് വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന കേട്ടോ നമ്മുടെ പൊന്നൂർ സ്റ്റോർ.
അപ്പോൾ ഇതേ നമ്മൾ മലയാള സ്റ്റോറിലൊക്കെ പോയിട്ട് വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തായിരുന്നു കേട്ടോ. കാരണം നല്ല ചൂടായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ വേർത്തൊഴുകുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആൾ CNG അടിക്കാനായിട്ട് ആ വണ്ടിയിലാണെങ്കിൽ AC ഉണ്ട്. AC ഇത് നമുക്ക് ഓണാക്കിയിട്ടിരിക്കണം കാണാം, പക്ഷെ AC ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങോട്ട് പോയ ആൾ ആയ ഒരു വശമായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ എന്നുവെച്ചാൽ ഞാൻ എടുക്കുന്നതായിട്ടൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ. അത് ഞാൻ ഇനി ഫ്രീ ആയിട്ട് പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഇതിപ്പോൾ പറ്റുന്നുള്ള പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ. ഇവിടെ 1 കിലോ ചെറിയുള്ളിക്ക് 55 രൂപയാണ്. നാട്ടിലെങ്ങനെയാണ് 250 കിട്ടാൻ, അത് വേറെയാണ്. 82 രൂപയാണ് കേട്ടോ. ചെറുപഴവും നേന്ത്രപ്പഴവും കൂടെ എടുത്തതിന് 250. 5 കിലോ അരിക്ക് 390. ഞാൻ ഇനി ഇപ്പോഴൊന്നും പോവില്ല, കാര്യം അരിയൊക്കെ മേടിച്ചല്ലോ. ഇനി ഇപ്പോഴൊന്നും എനിക്ക് പോകണ്ട. ചെറിയ ഉള്ളിയും അത്യാവശ്യം മേടിച്ചിട്ടുണ്ട്. നോക്കാം, അടുത്ത പ്രാവശ്യം ഞാൻ വലിയ വ്ളോഗ് കാണിച്ചു തരാം കേട്ടോ. അന്നേരം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് പറ്റുന്നുള്ളതിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. തനുകുട്ടി യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. തനുകുട്ടി ഫീഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങോട്ട് പോയ സമയത്ത് കാറിൽ കയറിയപ്പോൾ തന്നെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് നേരം ഞാൻ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി എനിക്കുള്ളത് വിഷുക്കണി ഒരുക്കാനുണ്ട്. ഇപ്പം സമയം 6:10 ആയിട്ടോ. അപ്പോൾ എനിക്കിനി പൂക്കളൊക്കെ മേടിക്കണം, തുളസിമാല മേടിക്കണം. പക്ഷെ അതൊന്നും ബ്ലിങ്കിറ്റിലില്ല. ഇവിടെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു പൂക്കടയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ പോയി നോക്കണം. ഇപ്പോൾ തനുവിനെ കൊണ്ട് ഇപ്പോൾ പോകണം. അപ്പോൾ നമ്മുടെ മെയ്ഡ് വരാനുണ്ട്, പുള്ളിക്കാരിക്ക് പാത്രം കഴുകാനുണ്ടല്ലോ. പക്ഷെ പാത്രമൊന്നും ഇല്ല, ആകെ 2 പ്ലേറ്റ് അങ്ങോട്ടേ ഉള്ളൂ. അതും ഇല്ലായിരുന്നു. പിന്നെ കുഴപ്പമില്ല, വരട്ടെ. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് പോയി പൂക്കളൊക്കെ നോക്കണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വ്ളോഗിൽ വേറെ ദിവസം കാണാം. ഓക്കെ, ടാറ്റാ.